സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ഇന്ന് തൃശൂർ ജില്ലയിൽ പര്യടനം നടത്തും. ഊട്ടുപുരയിൽ അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുകയാണ്. മത്സരവേദികളെല്ലാം തയ്യാറായി കഴിഞ്ഞു. 1200-ലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷയ്ക്കായി ഉണ്ടാവുക. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. നടരാജ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു പൂര നഗരി വീണ്ടും കലാമേളത്തിനൊക്കെ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണെന്നുള്ള ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകളെല്ലാം തകൃതിയായി നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നടരാജ്, ഇപ്പോൾ എവിടെയാണുള്ളത്? ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ എത്തി? ഊട്ടുപുരയിലല്ലോ അല്ലേ? അവിടെ ഇപ്പം തന്നെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 64ാമത് സ്കൂൾ കലോത്സവത്തിന് ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് ചാലക്കുടിയിലാണ്. ചാലക്കുടിയിൽ, അതായത് തൃശൂർ ജില്ല അതിർത്തി കടന്ന് സ്വർണ്ണക്കപ്പ് ജില്ലയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ചാലക്കുടി GVHS സ്കൂളിലെ സ്വർണ്ണക്കപ്പ് സ്വീകരണ പരിപാടിയാണ് നമ്മൾ കാണുന്നത്. ഈ പരിപാടിയിൽ സ്വർണ്ണക്കപ്പ്, കുട്ടികളെ മോഹിപ്പിക്കുന്ന ആ സ്വർണ്ണക്കപ്പ് വേദിയിൽ കൊണ്ട് വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സംഘത്തിന് ലഭിക്കുന്ന ഈ കപ്പ് ഏവരെയും, എല്ലാ കുട്ടികളെയും നമുക്ക് മോഹിപ്പിക്കുന്ന ഒന്നാണ്. എന്തായാലും ഇന്ന് തൃശൂർ ജില്ലയിലെ റൂറൽ മേഖലകളിലാണ് സ്വർണ്ണക്കപ്പുമായി പര്യടനം നടക്കുക. ഇപ്പോൾ ചാലക്കുടിയിൽ എത്തിയിട്ടുണ്ട്. ഇനി മാള, കൊടുങ്ങല്ലൂർ തുടങ്ങിയ മേഖലകളിൽ പര്യടനം നടത്തിയ ശേഷം ഇന്നത്തെ പര്യടനം ചേലക്കരയിൽ അവസാനിക്കും. അതിനുശേഷം നാളെ മറ്റു ഭാഗങ്ങളിൽ പര്യടനം നടത്തിക്കൊണ്ട് നാളെ വൈകിട്ടോടുകൂടി തൃശൂർ നഗരത്തിലെത്തും. നമുക്കറിയാവുന്ന പോലെ അടുത്ത ദിവസങ്ങളിൽ കലോത്സവത്തിന്റെ കൊടിയേറ്റം നടക്കുന്നതോടുകൂടി സ്വർണ്ണക്കപ്പ് വലിയൊരു ആവേശമായി തന്നെ മാറും. ഈ സ്റ്റേജിന് മുന്നിൽ നിരവധി കുരുന്നുകളെ നമുക്ക് കാണാം. ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുരുന്നുകൾ, കലാപ്രതിഭകൾ. ഇവിടെ ഉത്തരവാദിത്തമുള്ള മത്സരം, ഉത്തരവാദിത്തമുള്ള ഭക്ഷണ രീതി, ഉത്തരവാദിത്തം, സ്നേഹം, ഉത്തരവാദിത്തമുള്ള പെരുമാറ്റം തുടങ്ങിയ വിവിധ ബോർഡുകളുമായി ഇവിടെ അണിനിരന്നിട്ടുണ്ട്. വലിയ രീതിയിലൊരു ഉത്സാഹം ജില്ലയിലാകെ സംസ്ഥാന സ്കൂൾ കലോത്സവം വന്നതോടുകൂടിയുണ്ട്. അവസാനവട്ട ഒരുക്കങ്ങളും ഇവിടെ പുരോഗമിക്കുകയാണെന്ന് പറയാം. ചാലക്കുടിയിലെ ഈ സ്കൂളിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജില്ലയിലാകെ വലിയ രീതിയിലുള്ള ആവേശമുണ്ട് എന്ന് തന്നെ പറയാം. ക്രമീകരണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഊട്ടുപുരയുടെ സജ്ജീകരണങ്ങൾ അവസാന വട്ടത്തിലാണ്. ഇന്ന് ഉച്ചയോടുകൂടി ഊട്ടുപുര സജ്ജമാകും. നാളെ ഉച്ചയ്ക്ക് ശേഷം എത്തുന്ന കുട്ടികൾക്ക് ഭക്ഷണം നൽകാനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഊട്ടുപുരയിൽ നടന്നിട്ടുണ്ട്. 1200-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷയ്ക്കായി ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് സഞ്ചരിക്കാനായി സേഫ്റ്റി വാഹനങ്ങളുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പിങ്ക് ടാക്സികളൊക്കെ തന്നെ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അത്തരത്തിലുള്ള ഒരുക്കങ്ങളുണ്ട്. 25ഓളം വേദികൾ സജ്ജമാണ്. കഴിഞ്ഞ ദിവസം തന്നെ വേദികളൊക്കെ തന്നെ സംഘാടക സമിതിക്ക് വേദി നിർമ്മിച്ച് കൈമാറി കഴിഞ്ഞിരുന്നു. തൃശൂർ സ്വരാജ് ഗ്രൗണ്ടിന് ചുറ്റുമുള്ള സ്കൂളുകളിലാണ് പ്രധാന വേദികളുള്ളത്. ഇവിടെ തന്നെ കുട്ടികൾക്കുള്ള താമസമൊക്കെ തന്നെ മറ്റ് സ്കൂളുകൾ ഒരുക്കിയിട്ടുണ്ട്. ഊട്ടുപുര തയ്യാറെടുത്തിട്ടുണ്ട്. ഇന്ന് പഴയടം മോഹനൻ നമ്പൂതിരി ഊട്ടുപുരയുടെ ചുമതല ഇന്ന് ഏറ്റെടുക്കും. നാളെയാണ് ഊട്ടുപുരയിൽ പാലുകാച്ചൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ തുടങ്ങുക. ഇങ്ങനെ വിപുലമായ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്വർണ്ണക്കപ്പിന് ചാലക്കുടിയിൽ സ്വീകരണം നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മോളെ, സന്തോഷമുണ്ടോ? എങ്ങനെയുണ്ട് സ്വർണ്ണക്കപ്പൊക്കെ കാണുമ്പോൾ? ഇതിനു മുമ്പ് കലോത്സവമൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ട കലാ ഇനങ്ങൾ? ഏതൊക്കെയാണ്? പാട്ട് പാടുവോ? എന്തൊക്കെയാണ്? ഡാൻസാണ് ഇഷ്ടം. ഏത് തരം ഡാൻസാണ്? സിനിമാറ്റിക് ഡാൻസ്. കുട്ടികളൊക്കെ തന്നെ വലിയ ആവേശത്തിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. നൗഫൽ, എങ്ങനെയുണ്ട് കലോത്സവം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് മനസ്സിലുള്ളത്? ഭയങ്കര സന്തോഷം. സന്തോഷമുണ്ട്, അത്രേ ഉള്ളൂ. നിങ്ങൾ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ കലോത്സവത്തിന് പോകാൻ റെഡി ആയിട്ടുണ്ടോ? ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ? പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ വലിയ രീതിയിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്താ പറയാനുള്ളത്? കലോത്സവത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കലോത്സവത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നൗഫൽ, എന്തായാലും വളരെ കളർഫുള്ളായി ഇവിടെ അലങ്കരിച്ചുകൊണ്ടും പൂക്കളും മറ്റുമൊക്കെ ഒരുക്കിക്കൊണ്ടും വലിയൊരു സ്വീകരണം സ്വർണ്ണക്കപ്പിന് തൃശ്ശൂർ നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാലക്കുടിയിലാണ് എത്തിയിട്ടുള്ളത്. അങ്കമാലി കടന്ന് ജില്ലാ അതിർത്തി കടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞു സ്വർണ്ണക്കപ്പ്. ഇനി ജില്ലയിലെ മറ്റു ഭാഗങ്ങളിൽ സ്വർണ്ണക്കപ്പ് പര്യടനം നടത്തും. നാളെ തൃശ്ശൂർ നഗരത്തിൽ സ്വർണ്ണക്കപ്പ് എത്തും.